മലയോരത്തെ കശുവണ്ടി കർഷകർക്ക് വിനയായി തുടർച്ചയായ വേനൽ മഴ. കശുവണ്ടിക്ക് കറുപ്പ് നിറം വന്നതോടെ വില കുത്തനെ ഇടിഞ്ഞതാണ് കർഷകർക്ക് പ്രഹരമായത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പൂക്കരിച്ചിലും കശുവണ്ടി കൃഷിയെ തകർത്തിരിക്കുകയാണ്. ശ്രീകണ്ഠാപുരം, പയ്യാവൂർ, ഇരിക്കൂർ, പടിയൂർ, ചെങ്ങളായി, നടുവിൽ, ഉദയഗിരി, ആലക്കോട്, കുറ്റ്യാട്ടൂർ, മയ്യിൽ മേഖലകളിലാണ് കശുവണ്ടി കൃഷി ചെയ്തു വരുന്നത്. വേനൽ മഴ പെയ്തതോടെ കശുവണ്ടിക്ക് കറുപ്പ് നിറം വന്നു. ഇതോടെ വില കുത്തനെ ഇടിഞ്ഞു. തുടക്കത്തിൽ കിലോയ്ക്ക് 160 രൂപയോളം വിലയുണ്ടായിരുന്ന കശുവണ്ടി ഇപ്പോൾ 130 രൂപയ്ക്ക് പോലും വ്യാപാരികൾ എടുക്കാൻ മടിക്കുകയാണ്. അതും കറുപ്പ് കൂടുതലുള്ളത് തിരിഞ്ഞതിനു ശേഷം. മെയ് 30 വരെ സീസൺ ഉണ്ടാകും. ഇത്തവണ ഉൽപ്പാദനവും കുറവായിരുന്നു. എന്നാൽ മഴ കാരണമുണ്ടാകുന്ന പ്രയാസങ്ങൾ കശുവണ്ടി കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരെ കടുത്ത ദുരിതത്തിലാക്കിയിട്ടുണ്ടെന്ന് പയ്യാവൂർ മരുതുംചാലിലെ സമ്മിശ്ര കർഷകൻ കൂടിയായ ചെറുകര CK തോമസ് പറഞ്ഞു. മഴ പെയ്തതിനു ശേഷമാണ് കശുവണ്ടിയുടെ വില തീരെ കുറഞ്ഞു പോയത്. 160 വരെ, ഇത് 58, 160 വരെ ഉണ്ടായിരുന്നതാണ്. അത് പെട്ടെന്ന് മഴ തുടങ്ങിയപ്പോൾ മഴ തന്നെയായിപ്പോയി. കശുവണ്ടി മുഴുവൻ കറുത്തു തുടങ്ങി. മാങ്ങായിൽ തന്നെ നിന്നിട്ട് കറുപ്പ് പിടിച്ചു കശുവണ്ടിക്ക്. അത് കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ പകുതി കൂടുതൽ തിരിഞ്ഞു കളയുകയാണ്. അതുകൊണ്ട് ഭയങ്കര നഷ്ടം വരുന്നുണ്ട് കൃഷിക്കാർക്ക്. ഇടവിളിയായി കശുമാവ് കൃഷി ചെയ്യുന്ന കർഷകർ കശുവണ്ടി പെറുക്കിയെടുക്കാതെ ഉപേക്ഷിക്കുകയാണ്. കശുവണ്ടിക്ക് ഒരു ഏകീകൃത വിലയോ സംഭരണ സംവിധാനമോ ഇല്ലാത്തതും കർഷകർക്ക് ദോഷം ചെയ്യുന്നുണ്ട്. പൂ കരിയുന്ന രോഗവും പുഴുശല്യവും കാരണം കശുമാവുകൾ വ്യാപകമായി നശിക്കാൻ തുടങ്ങി. കാലാവസ്ഥാ വ്യതിയാനം കാരണം കശുമാവ് പൂത്തതും ഇത്തവണ വൈകിയാണ്. പൂത്തതാകട്ടെ പൂക്കരിച്ചിൽ കാരണം ഇല്ലാതായി. കടുത്ത നിരാശയിലാണ് മലയോരത്തെ കർഷകർ. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.